ഹലോ, വെൽക്കം ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫൈവിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ സിക്സ്ത് ചാപ്റ്റർ ആണ് ജനങ്ങൾ ജനങ്ങളാൽ എന്നതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ഈ പാഠഭാഗം മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ഷന് അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോ ഇവിടെ കുറച്ച് വാർത്തയുടെ തലക്കെട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാർഡ് സഭ അഥവാ ഗ്രാമസഭയിലെ വരുന്ന ചർച്ചകളെ കുറിച്ചിട്ടൊക്കെയാണ് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഭരണസ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഇവയൊക്കെ ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു അഡീഷണൽ ഫാക്ടും കൂടെ നമുക്ക് ഇവിടെ ആഡ് ഓൺ ചെയ്ത് പറയാം. നമുക്ക് ശരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുമ്പോൾ ഒരു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും വരുന്നുണ്ട്, ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വരുന്നുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനാണ്. ബാക്കി എല്ലാ ഇലക്ഷൻസും വരുന്നത് ആർക്കാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതിന്റെ ഇലക്ഷനാണ് നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്നത്. അത് നമ്മൾ ആഡ് ഓൺ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്? എബ്രഹാം ലിങ്കന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു കോട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? എബ്രഹാം ലിങ്കൺ ആണ്. ഓക്കെ, ഗാന്ധിജിയുടെ ഒരു കോട്ട് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നാണ്. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. അപ്പൊ ഈ രണ്ട് കോട്ടിങ്സ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി ജനാധിപത്യത്തിന്റെ വേരുകൾ തേടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഹെഡിങ് തുടങ്ങുന്നത്. ഇപ്പോ നമ്മുടെ ലെസ്സിലെ ഓരോ ചിത്രങ്ങൾ, അതായത് നമ്മുടെ ഓരോ 7 കോണ്ടിനെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തിട്ടുള്ളത്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യത്തെ രൂപം ഉദയം ചെയ്തതെന്ന് പറയുന്നു. ഓക്കെ, പൊതുകാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇപ്പോ നമ്മുടെ ഇവിടെ തിരഞ്ഞെടുപ്പ് അഥവാ ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങളൊക്കെ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. ക്രാറ്റോസ് എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്നു. ഈ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അഥവാ ജനങ്ങളുടെ അധികാരം അഥവാ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പോ പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ്, ആ പേര് അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു വെച്ചേക്കുക, ഡെമോക്രസി. അപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത് ഏത് പദമാണ്? ഗ്രീക്ക് പദമാണ് കേട്ടോ. അപ്പൊ അതിന്റെ അർത്ഥം പിന്നെ നമുക്ക് എന്തായാലും അറിയായിരിക്കും. ഡെമോസ് ജനങ്ങള്, ക്രാറ്റോസ് അധികാരം എന്നുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് ഗ്രാമസഭകൾ? അതായത് ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഇപ്പൊ ഈ ഗ്രാമസഭ കൂടുമ്പോ എന്താണ്? അവിടെ എല്ലാവർക്കും അവനവന്റേതായ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉന്നയിക്കാം. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിലാണെങ്കിൽ ഇത് വാർഡ് സഭ എന്നാണ് അറിയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ നമുക്ക് പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. അങ്ങനെ മറ്റെന്ത് കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള ഒരു പൊതുവേദിയായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇനി കാലിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. അതായത് ജനങ്ങൾക്ക് അവിടെ റോൾ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ അവിടെ എന്താ പറയാ? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? പ്രത്യക്ഷ ജനാധിപത്യം.
താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളില്, അതായത് അവിടെ അധികം ആൾക്കാരില്ലാത്ത ഒരു ചെറിയ ഏരിയ ഒക്കെ വരുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്, അവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിലൊരു റോൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്, പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ്. അപ്പൊ അവിടെ ഒരു വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്തായിരിക്കും പരോക്ഷ ജനാധിപത്യം? വലിയൊരു ഏരിയ ഒക്കെ വരുമ്പോഴത്തേനും പരോക്ഷ ജനാധിപത്യം ആയിരിക്കും. അതായത് നമ്മളെ തിരഞ്ഞെടുത്ത ആൾക്കാരായിരിക്കും അവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ തന്നെയല്ല അവിടെ പോയി ചർച്ച ചെയ്യുന്നത്. അതാണ് ഈ പരോക്ഷ ജനാധിപത്യത്തിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ. ഇനി നമ്മളിവിടെ കേരള നിയമസഭയെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേരള സംസ്ഥാനത്തിന്റെ നിയമ നിർമ്മാണ സഭയാണ് കേരള നിയമസഭ. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് 3 രീതികളാണുള്ളത്. നിയമനിർമ്മാണ സഭയുണ്ട്, കാര്യനിർവഹണ സഭയുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് വരുന്നത്. അതിലെ കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരളത്തിന്റെ നിയമസഭ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്താണ് നിയമസഭയുടെ ആസ്ഥാനം, അത് പറയാം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അതായത് ഇതിന്റെ നാൾവഴികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1888 എന്തായിരുന്നു? തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരുന്നു. പിന്നീട് 1904 ശ്രീമൂലം പ്രജാസഭയായി. പിന്നീട് 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭയായി. പിന്നീടാണ് നമുക്ക് കേരള നിയമസഭ വരുന്നത്. ഈ കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം എന്നാണ്? 1957 ഏപ്രിൽ 27-നാണ്. എല്ലാ വർഷവും ഏപ്രിൽ 27 അതുകൊണ്ട് നിയമസഭാ ദിനമായിട്ട് ഇവിടെ ആചരിക്കുന്നുണ്ട്. 1957 ഏപ്രിൽ 27-നാണ് ആദ്യത്തെ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 27 കേരളത്തിന്റെ നിയമസഭാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്, അങ്ങനെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പ്രത്യക്ഷ ജനാധിപത്യത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ അവിടെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും, അവരാണ് പിന്നീട് ഭരണം നടത്തുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കരമായ റോളുകൾ നമുക്ക് അതിൽ വരുന്നില്ല. നമ്മളുടെ റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്ത്യ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടുവരുന്നത്. ഒക്കെയാണ്. ഇനി പല സ്ഥലത്തും പല രീതിയിലാണ് ഭരണം വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി എന്താണ് ജനാധിപത്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്, ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സവിശേഷതയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റുകളാണ്. അതായത് നമുക്ക് ഇവിടെ നല്ല പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണപക്ഷത്ത് വരുന്ന എന്തെങ്കിലും വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനും അത് കൃത്യമായ രീതിയിൽ തിരുത്താനും സാധിക്കുള്ളൂ. ഇതൊക്കെ സുതാര്യമായിട്ട് ജനങ്ങളോട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല സ്വാതന്ത്ര്യമായ വാർത്താ മാധ്യമങ്ങൾ വേണം. അതുപോലെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരായിരിക്കണം. ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലൊരു അട്ടിമറികളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കാൻ പാടില്ല. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് വേണം നടക്കാൻ. ജനാധിപത്യ ഭരണത്തിൽ എന്താണ്? ജനങ്ങളാണ് അവിടുത്തെ മെയിൻ. അതായത് പരമമായ അധികാരം ജനങ്ങൾക്കാണ്. പിന്നെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും സ്വതന്ത്രവും ആയിരിക്കണം, നിഷ്പക്ഷവും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ ഉൾക്കൊള്ളുന്നവയാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മൾക്ക് വോട്ടിങ്ങിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ചിത്രങ്ങൾ. അതൊന്നും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. ഇനി എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ 18 വയസ്സാണ്. അതായത് നമ്മുടെ മറ്റൊരു കണ്ടീഷൻസും നമുക്ക് റെലവെന്റ് അല്ല. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പണ്ട് 1989 വരെ ഇത് 21 വയസ്സായിരുന്നു ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 21 കഴിഞ്ഞവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുമായിരുന്നുള്ളൂ. പക്ഷെ ഭേദഗതിയിലൂടെ ഇപ്പൊ 18 വയസ്സെന്നാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന് വേറെ ഒറ്റ ക്രൈറ്റീരിയാസും നമ്മൾ റെലവെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം. എന്തായിരിക്കും ഒരു തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കും. പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ട്.
അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു, വോട്ടെടുപ്പ് നടത്തുന്നു, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടത്തുന്നു. ഇതൊക്കെ ജനറലി എല്ലാവർക്കും അറിയുന്ന ഫാക്ട്സ് ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്താണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ? ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. നമുക്കറിയാലോ അല്ലെ, ഗവൺമെന്റ് രൂപീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ത്രൂ തന്നെയാണ്. എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കുറച്ചു മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, കേന്ദ്രത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ബാക്കി എല്ലാ ഇലക്ഷൻസും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്നതാണെന്ന് പറഞ്ഞു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. ഇപ്പൊ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെന്റ്, സംസ്ഥാന നിയമസഭ ഇവിടേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പൊ എല്ലാവരും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് എല്ലാവരും നിയമിക്കുന്നത്. എത്ര അംഗങ്ങളാണുള്ളത്? 3 അംഗങ്ങളാണുള്ളത്. അതിലൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇവരൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ. ഇനി ഇപ്പൊ ഒരു ജനാധിപത്യം വിദ്യാലയത്തിൽ എന്ന് പറയുമ്പോൾ പലരോടും കുറെ ഓപ്ഷൻസ് ചോദിക്കുന്നു. അപ്പൊ പല കുട്ടികൾക്കും പല ഉത്തരങ്ങളാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ടീച്ചർ എത്തുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിനെ ജനാധിപത്യ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു പാഠത്തിൽ ഇൻക്ലൂഡ് ആവുന്നത്. അപ്പൊ ഈ പറയുന്നതായിട്ടുള്ള നമ്മുടെ ജനാധിപത്യം അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അഥവാ നമ്മുടെ തിരഞ്ഞെടുപ്പ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ക്ലാസ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. താങ്ക് യു.